നിങ്ങളുടെ ബ്രെയിനെ ഡീസെക്ഷലൈസ് ചെയ്യാനുള്ള വഴി. ബ്രെയിനെ ഡീസെക്ഷലൈസ് ചെയ്യേണ്ട ടൈം ലിമിറ്റ് എപ്പോഴാണ് എന്ന് പറയാം. ആരാണ് ഈ പ്രൊസീജിയർ അവരുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ബ്രെയിൻ ഡീസെക്ഷലൈസിങ് ഇഫക്റ്റീവ് ആവുന്നത് എന്നും പറയാം. ബട്ട് ബിഫോർ ദാറ്റ്, വെൽക്കം ബാക്ക് ടു സുപ്പീരിയർ മെൻ ബിൽഡിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡീസെക്ഷലൈസിങ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സിനെ റിമൂവ് ചെയ്യുന്നത്. സോ ഡീസെക്ഷലൈസിങ് യുവർ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ബ്രെയിനിലുണ്ടാവുന്ന സെക്ഷുവൽ തോട്ട്സ് ഓർ അർജസിനെ റിമൂവ് ചെയ്യുന്നത്. ബട്ട് ഐ നോ, അങ്ങനെ മൊത്തമായി റിമൂവ് ചെയ്യുന്നത് ഒരു സൊല്യൂഷൻ അല്ല, മറിച്ച് അത് അബ്നോർമാലിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ്, അതായത് ബ്രെയിൻ ഡീസെക്ഷലൈസിങ് അപ്ലൈ ചെയ്യേണ്ടത് സെക്ഷുവൽ തോട്ട്സ് ആൻഡ് സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ അധികമായി എക്സീഡ് ചെയ്യുന്ന ആളുകളിലാണ്. ഫോർ എക്സാമ്പിൾ, പോൺ അഡിക്ഷൻ, സെക്സ് അഡിക്ഷൻ, സ്ത്രീകളെ കാണുമ്പോൾ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ തോന്നുന്നവർക്ക്, സെക്ഷുവൽ ഡിസയേഴ്സ് കാരണം റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക്, മെൻ്റൽ ഹെൽത്ത് അഫക്റ്റ് ആവുന്നവർക്ക്, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സെക്ഷുവൽ ഡിസയേഴ്സ് ഉള്ളവർക്കുള്ള സൊല്യൂഷനാണ് ഈ ബ്രെയിൻ ഡീസെക്ഷലൈസിങ്. സോ ഇതെന്താണ്, ആർക്കാണ് എന്ന കാര്യം ക്ലിയറായി അല്ലേ? ഇനി നമുക്ക് ഇതെങ്ങനെ സയൻറ്റിഫിക് രീതിയിൽ അപ്ലൈ ചെയ്യാം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ബ്രെയിനെ ഡീസെക്ഷലൈസ് ചെയ്യാൻ 3 സ്റ്റെപ്സാണ് ഉള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, പറയാൻ പോകുന്ന ഇതേ സെയിം ഓർഡറിൽ വേണം ഈ പ്രൊസീജിയർ ചെയ്യാൻ. സോ പോയിന്റ് നമ്പർ 1, കണ്ടൻറ് ക്ലെൻസിങ്. നമ്പർ 2, കോണ്ടാക്ട്സ് ക്ലെൻസിങ്. ആൻഡ് ഫൈനലി നമ്പർ 3, കോൺഷ്യസ്നസ് ക്ലെൻസിങ്. 1. കണ്ടൻറ് ക്ലെൻസിങ് ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്തൊക്കെയാണ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എക്സെട്ര. എന്നിട്ട് ഓരോ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഓർ ഫോളോയിങ് ടാബിൽ കയറി ഫുൾ ഓൺ ഇൻസ്പെക്ഷൻ പോലെ വളരെ ഡിസിപ്ലിൻഡായി A to Z ചെക്ക് ചെയ്യാൻ തുടങ്ങുക. ഏതെല്ലാം സബ്സ്ക്രിപ്ഷൻ സെക്ഷലൈസിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ലൈക്ക് ഡയറക്റ്റ്ലി സെക്ഷൽ കണ്ടൻ്റ് ഉള്ള ചാനലാവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഇടയ്ക്ക് സെക്ഷൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ആവാം, സെക്സ് ടിപ്സ് തരുന്ന റീൽസ് ആവാം, സെക്സ് അപ്പീലുള്ള ഒരു യൂട്യൂബർ ആവാം. അങ്ങനെ എന്തൊക്കെ കണ്ടൻറ്റ്സ് നിങ്ങളുടെ അക്കൗണ്ട് ആയി കണക്റ്റഡ് ആണോ അതെല്ലാം തന്നെ അൺഫോളോ ചെയ്യുക. പോൺ വീഡിയോസ് കാണുന്ന സൈറ്റ്സ്, അഡൽട്ട് കണ്ടൻറ് മൂവീസ് ഓർ അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് കാണുന്ന മീഡിയംസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ് ഓർ പ്രൈം. സോ നിങ്ങൾ ജനറലി ഇങ്ങനെയുള്ള മീഡിയംസ്, അഡൽട്ട് കണ്ടൻറ്റ്സ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ അക്കൗണ്ട്സ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ചൈൽഡ് അക്കൗണ്ട് രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കണ്ടൻറ്റ്സ് ഓർ മീഡിയംസ് സ്ട്രിക്റ്റായി തന്നെ അൺഫോളോ ചെയ്യാൻ തുടങ്ങുക. പ്ലസ് സെക്ഷലൈസ് ചെയ്യുന്ന എല്ലാ ആപ്സും അൺഇൻസ്റ്റാൾ ചെയ്യണം. അതിനെയാണ് കണ്ടൻറ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഇത് ഒരേ സമയം ഈസി ആൻഡ് ടഫായ പ്രോസസ്സാണ്. ബട്ട് ഇതാണ് ഡീസെക്ഷലൈസേഷൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഫ്ലിങ്സ് ഓർ കണക്ഷൻസ് സ്ട്രിക്ട്ലി സെക്ഷുവൽ എന്ന രീതിയിൽ കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള ഇൻറ്റൻഷനിൽ നിങ്ങൾ ആരെയെങ്കിലും ഇൻസ്റ്റ ഓർ അതർ പ്ലാറ്റ്ഫോംസിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം തന്നെ ഡിലീറ്റ് ഓർ ബ്ലോക്ക് ചെയ്യേണ്ട അക്കൗണ്ട്സ്. യെസ്, അത് ഹാർഡാവാം, സെക്കൻഡ് തോട്ട്സ് ഉണ്ടാവാം. ബട്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത ശേഷം കുറച്ച് ദിവസം ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ അത് പിന്നെ എത്ര ഇൻസ്പയറിംഗ് ആയ ഫീൽ കൊണ്ടുവരും എന്ന് നിങ്ങൾ പ്രാക്ടിക്കലി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഈ വീഡിയോ ഫുൾ കണ്ട ശേഷം മാക്സിമം ഒരു 48 hours, അതായത് മിനിമം അടുത്ത സെക്കൻഡ് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ സുപ്പീരിയർ ജേർണി സ്റ്റാർട്ടായി എന്നാണ് അർത്ഥം. സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആണ് ആ ആക്ഷൻ ഓർ ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളെ എത്തിക്കുക. 2. കോണ്ടാക്ട്സ് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ മീഡിയമിലും ഉള്ള കോണ്ടാക്ട്സും ചെക്ക് ചെയ്യുക. ആ കോണ്ടാക്ട് ലിസ്റ്റിൽ ഏതെല്ലാം കോണ്ടാക്ട്സ് ആണോ സെക്ഷൽ ഇൻട്രാക്ഷൻസ് ബേസിസ് ഉള്ളത് അവരെ എല്ലാം ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ എക്സിൻ്റെ കൂടെ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എപ്പോൾ വേണമെങ്കിലും ട്വിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാതിരിക്കാൻ ഡിലീറ്റ് ഓർ ബ്ലോക്ക് ദ കോണ്ടാക്റ്റ്. ഹെൽത്തി ആൻഡ് അൺഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ ഡിഫറൻസാണ് ഈ കോണ്ടാക്ട് ക്ലെൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏതെല്ലാം കോണ്ടാക്ട്സ് നിങ്ങളുടെ ബ്രെയിനിനെ സെക്ഷലൈസ് ചെയ്യുന്നു അതർ ദാൻ യുവർ സീരിയസ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു പ്രാക്ടിക്കൽ കാര്യം കൂടി ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു കോണ്ടാക്റ്റ് കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡിസ്റ്റർബൻസ് ഓർ ഇമ്പൾസ് വരാതിരിക്കാൻ വേണ്ടി അവരെ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള നിങ്ങളുടെ സൈഡ് ഓഫ് സ്റ്റോറി അവർക്ക് മെസ്സേജ് ചെയ്ത ശേഷം ബ്ലോക്ക് ഇറ്റ്. അത് നിങ്ങൾക്കും അവർക്കും ഒരു ക്ലോഷർ പോലെയാണ്. ചിലരെ മാത്രമേ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അങ്ങനെയുള്ള കോണ്ടാക്ട്സ് ഡെഫിനറ്റ്ലി ബ്ലോക്ക് ലിസ്റ്റിൽ തന്നെ ഇടണം. അന്ന് മുതൽ നിങ്ങളുടെ ബ്രെയിൻ്റെ ഡീസെക്ഷലൈസേഷൻ പ്രോസസ്സിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തും. 3. ക്ലെൻസിങ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങളുടെ പല ഡിസ്ട്രാക്ഷൻസും റിമൂവ് ആവാൻ തുടങ്ങും. അതായത് കോണ്ടൻസ് ആൻഡ് കോണ്ടാക്ട്സ് കാരണം സാധാരണയായി നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ആവും. ബട്ട് അപ്പോഴും വലിയൊരു മൈൻഡ് ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇതെല്ലാം പെട്ടെന്ന് റിമൂവ് ആയതുകൊണ്ടുള്ള ഒരു എംപ്റ്റിനെസ്, ആ സമയത്ത് ഡയറക്റ്റ്ലി കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സെക്ഷലൈസ് ചെയ്യാൻ തുടങ്ങും. ഇതുണ്ടാവാനുള്ള കാരണം തന്നെ കുറേ കാലമായിട്ടുള്ള സെക്ഷലൈസ്ഡ് കോണ്ടൻറ്റ് ആൻഡ് കോണ്ടാക്റ്റ് കൺസംഷനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നോർമൽ റിയാക്ഷൻ ആണ് എന്നാണ്. ഇവിടെയാണ് കോൺഷ്യസ്നെസ് ക്ലെൻസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് തുടങ്ങുന്നത്. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്ന കണ്ടൻറ് ആൻഡ് കോണ്ടാക്ട്സ് എല്ലാം ക്ലെൻസ് ചെയ്തു. ആ ടൈം പീരീഡിൽ നിങ്ങളൊരു മിക്സഡ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അവിടെ കാണുന്ന ഒരു ലേഡിയെ സെക്ഷലൈസ്ഡ് ഫോമിൽ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയാൽ അത് നോട്ട് ചെയ്യണം. അതാണ് കോൺഷ്യസ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന സെക്ഷലൈസേഷൻ. ആ സമയത്ത് തന്നെ ക്ലെൻസിങ് തുടങ്ങണം. അതായത് അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിനെ കോൺഷ്യസ്ലി ഷിഫ്റ്റ് ചെയ്യണം. അതും കൺസ്ട്രക്റ്റീവ്ലി ഷിഫ്റ്റ് ചെയ്യണം. ജിം ആയതുകൊണ്ട് തന്നെ യു ക്യാൻ വർക്കൗട്ട് ഹാർഡ്, ഷിഫ്റ്റ് യുവർ കോൺഷ്യസ്നെസ് വിത്ത് പോസിറ്റീവ് എനർജി. ആ ലേഡിയുമായി കണക്റ്റ് ആവുന്ന തോട്ട്സ് തന്നെ പോസിറ്റീവ് എനർജിയുടെ ഫോമിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് അവരെ സെക്ഷലൈസ് ഓർ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിന് പകരം അവർ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ജെനുവൻലി നിങ്ങളുടെ മനസ്സിൽ പറയാം. അല്ലെങ്കിൽ അവർ വർക്കൗട്ട് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ജസ്റ്റ് ഫ്രണ്ട്ലി വേയിൽ ഒബ്സർവ് ചെയ്യാം. ഇതെല്ലാം കൺസ്ട്രക്റ്റീവ് വേ ആണ്, മൈൻഡ് ഷിഫ്റ്റിംഗ് പ്രോസസ്സാണ്. സോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നോ അപ്പോൾ തന്നെ അത് കൺസ്ട്രക്റ്റീവ് വേയിൽ അക്നോളജ് ചെയ്യുക. ആ തോട്ട്സിലേക്ക് സറണ്ടർ ചെയ്യാതെ അങ്ങനെയുള്ള തോട്ട്സ് എത്രത്തോളം നിങ്ങളുടെ മൈൻഡിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ തോട്ട്സിനെ റീപ്ലേസ് ചെയ്ത് നല്ല തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ആക്കി മാറ്റണം. അതിനെയാണ് കോൺഷ്യസ്നെസ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് ഒരു സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴേക്കും മൊറാലിറ്റി, വാല്യൂസ് ആൻഡ് എത്തിക്സ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി. സോ ഫ്രണ്ട്സ്, ഈ 3 സ്റ്റെപ്സും കൺസിസ്റ്റൻ്റായി ഡിസിപ്ലിൻഡായി ഒരു എക്സ്ക്യൂസസും ഇല്ലാതെ നിങ്ങൾ ഫോളോ ചെയ്താൽ 1 മന്ത് കഴിയുമ്പോൾ തന്നെ ഹെവി പോസിറ്റീവ് ചേഞ്ചസ് വരാൻ തുടങ്ങും. ഇത്രയും കാലം കണ്ടീഷൻഡ് ആയിരുന്ന മൈൻഡിനെ റീകണ്ടീഷൻ ചെയ്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുക്കുന്ന പോലെയാണ്. ഇതാണ് ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് തരുന്ന റിവാർഡ്. ഈ ക്ലെൻസിങ് പ്രോസസ്സ് നിങ്ങളുടെ മൈൻഡിൻ്റെ ഓട്ടോ പൈലറ്റ് മോഡിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇത്രയും കാലം മൈൻഡായിരുന്നു നിങ്ങളുടെ എല്ലാ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്തിരുന്നത്. ബട്ട് ഈ 3 സ്റ്റെപ്സും എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങളായിരിക്കും ഡിസിഷൻ മേക്കർ. നിങ്ങളുടെ കമാൻഡ്സ് ആയിരിക്കും മൈൻഡ് എക്സിക്യൂട്ട് ചെയ്ത് ആക്ഷനായി കൺവേർട്ട് ചെയ്യുന്നത്. ബിലീവ് മീ ഓർ നോട്ട്, മൈൻഡിൻ്റെ സ്ലേവ് ആവാത്ത ഈ ഒരു എക്സ്പീരിയൻസിനെയാണ് റിയൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പല സയൻറ്റിഫിക് ടൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡിയെ അഡിക്ഷൻസ് ഓർ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് മെൻറ്റേഴ്സ് 90 days 1-to-1 രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ട്രെയിൻഡ് ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.